എന്താ അത്? കുക്കുംബറാ. പിന്നെ സബോള. ഇനി എങ്ങനെയുണ്ട്? സൂപ്പറാ? ഇഷ്ടായോ? ആരും ഉണ്ടാക്കിയേ? പിസ്സയാണോ? അപ്പൊ അതിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ബിരിയാണിയാ? ഇതെന്താ ഇത്? Johnny eating sugar, telling lies. Super ആണോ? ഇഷ്ടായോ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നാട്ടിലേക്ക് പോരാനുള്ളതിൻ്റെ ഓരോരോ തിരക്കുകളാണ്. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റത്, കാരണം ദിനുവിന് ലഞ്ച് കൊണ്ടുപോകണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദിനുവാണ്. ഉച്ചക്കത്തെ ലഞ്ച് പാത്തുവിൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ ദിനുവിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് പറഞ്ഞില്ലേ, ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ പാത്തുവും രാവിലെ എണ്ണീറ്റ് ഇരിപ്പുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോ, ഒരു കുക്കുംബർ, ഒരു ഒനിയൻ, ഇതെല്ലാം സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ സാൻഡ്വിച്ച് സ്പ്രെഡ് വാങ്ങിയിരിക്കുന്നത് ഫൺ ഫുഡ്സിൻ്റെയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് സ്പ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് സ്പ്രെഡ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ല കേട്ടോ. ഈ ബ്രെഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോർമൽ ബ്രെഡ് ആണെങ്കിലും. നമ്മളിപ്പോൾ നോർമൽ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു സ്പ്രെഡൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് തേക്കണ്ട കേട്ടോ, ഒരു മിനിമം ആയിട്ട് നമ്മൾ തേച്ചാൽ മതി. അതിനിടയ്ക്ക് പാത്തു എടുത്ത് വെച്ച ഒരു ബ്രെഡ് എടുത്ത് കടിച്ചു കേട്ടോ. പിന്നെ വേറെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബ്രെഡിൻ്റെയും ഓരോ സൈഡിൽ നമ്മളിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്പ്രെഡിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ദിനു തോന്നുന്ന രീതിക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തിരുന്ന് പാത്തും ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഒരു ബ്രെഡ് എടുത്തിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്പ്രെഡ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് വെച്ചിട്ട് അത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു തവ വെച്ചിട്ട്, ദോശത്തവയാണ് വെച്ചിരിക്കുന്നത്, അതിലേക്ക് നമ്മളിപ്പോൾ ബട്ടർ ആട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നെയ്യാണെങ്കിലും യൂസ് ചെയ്യാം. നമ്മളെന്നിട്ട് ബട്ടറിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സൈഡൊന്ന് ബ്രൗൺ കളറായി വന്ന് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം. അപ്പോൾ ആ സമയം കൊണ്ട് കണ്ടില്ലേ, പാത്തു ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്തുവിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ്. അതിൻ്റെ കോലം കണ്ടോ? അതിൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്ന് കുക്കുംബർ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ അത്? കുക്കുംബറാ. പിന്നെ സബോള. ഇനി പൊട്ടറ്റോ അല്ല, അത് ടൊമാറ്റോ. ഏതാണ്? അങ്ങനെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ബട്ടറിൻ്റെ ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ട് തവയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതൊന്ന് പെട്ടെന്ന് ബ്രൗൺ കളറായി വരും. അതിനുശേഷം അതെടുത്തിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ കത്തി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. പാത്തുവാണെങ്കിൽ അവിടെ ആ ഒനിയനും ടൊമാറ്റോ ഒക്കെ എടുത്ത് ആകെ നശിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാ? ഇഷ്ടായോ? ആരും ഉണ്ടാക്കിയേ? പിസ്സയാണോ? ഇത് ആരാ ഉണ്ടാക്കിയേ? അപ്പയോട് പറ താങ്ക് യു. അപ്പോൾ സാൻഡ്വിച്ച് ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസും മയണൈസും ഒക്കെ ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അടിപൊളിയാക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ സാൻഡ്വിച്ചിന്റെ റെസിപ്പി കണ്ടില്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം. അപ്പൊ ദിനു ഓഫീസിൽ പോയി അതൊക്കെ കഴിച്ചിട്ട് ഇന്ന് ചോറ് കൊണ്ടുപോകണ്ടായിരുന്നു, അതുകൊണ്ട് ബാക്കി എല്ലാം ലേറ്റ് ആയി. ക്ലീനിങ് ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് പാത്തുവിനെയും കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട്. ഇനി പാത്തു എന്തുണ്ടാക്കാൻ പോവാ? ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. പാത്തുവിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ബിരിയാണിയാ? ഇതെന്താ ഇത്?
അപ്പൊ ഞാൻ ഏപ്രിൽ ഇടുമ്പോഴത്തേക്കും അവക്ക് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് അവക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തോട്ടോ ആമസോണിന്ന്. ഇതിപ്പോ കുറെ ആയി വാങ്ങിച്ചിട്ട്, പക്ഷെ ഇതുവരെ വീഡിയോക്കകത്തൊന്നും ഇട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പഴാ ഇടുന്നത്. അടങ്ങിയിരിക്കേ, കാല് കാത്തിട്. അവ ഇന്ന് പാത്തുവിന് ബിരിയാണി വേണമെന്നും പറഞ്ഞിട്ട് ബിരിയാണി വെക്കാൻ പോവാണ്. വെജിറ്റബിൾ ബിരിയാണി കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന. പാത്തുവിനെ പറ്റിക്കുകയും ചെയ്യാം, നമ്മുടെ പണി എളുപ്പമാവും. ഒരുപാട് പാത്രങ്ങള് കഴുകുകയും വേണ്ട, എന്നെ പറ്റിക്കണ്ട. അപ്പൊ ഇനിയിപ്പോ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒരു സന്തോഷകാര്യം പറയാനുള്ളത്, നമ്മുടെ ഫാമിലി 22K ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. നിങ്ങൾ അയക്കുന്ന കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്, റിപ്ലൈ തരാറുണ്ട്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവണം. നാട്ടിൽ പോയതിനു ശേഷം കുത്തിയോട്ടത്തിന്റെ സമയത്ത് ലൈവ് ഒക്കെ വരണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ലൈവ് നമ്മുടെ ചാനലിൽ കൂടി ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് അതിന് മുന്നേ ഒരു ലൈവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളോട് പറഞ്ഞിട്ടേ വരുള്ളൂ. ലൈവിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. എന്താ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ സന്തോഷം കേട്ടോ പാത്തുവിന്. കൈയെടുക്കാമോ, സംസാരിക്കട്ടെ. അപ്പൊ നമ്മളാണെങ്കില് വീഡിയോ 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കേട്ടോ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ ചെന്നതിന് ശേഷം അടുപ്പിച്ചടുപ്പിച്ച് ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താവുന്നൊന്നും അറിയത്തില്ല, അവിടുത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഇനിയിപ്പൊ നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് പോകാം അല്ലെ? ഓക്കെ, ബൈ. അപ്പോൾ ബിരിയാണി ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ വഴറ്റുന്നതും കുക്ക് ചെയ്യുന്നതും എല്ലാം. വേറെ പാത്രങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട. വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ആ സ്പൈസസ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴണ്ട് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമ്മൾ കുക്കറിലിട്ടല്ലേ വേവിക്കുന്നത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, പനീർ, ടൊമാറ്റോ. അതിലൊരു ക്യാരറ്റ് ഉണ്ട്, ഒരു 4 ബീൻസ് ഉണ്ട്, അതുപോലെ ഒരു പൊട്ടറ്റോയുടെ ഹാഫ് എടുത്തിട്ടുള്ളൂ. പനീറാണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതിയാകും. കാരണം കുറച്ച് വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് എക്സ്ട്രാ വേണമെങ്കിൽ മഷ്റൂം, സോയ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാവേ. പിന്നെ ഞാൻ ഈ ഒരു ബിരിയാണിക്ക് സെപ്പറേറ്റ് കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു സവോളയ്ക്കകത്ത് തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് വാടി ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചാണെങ്കിലും ഇട്ടാൽ മതിയാകും. ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യേണ്ട. ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പനീറും കൂടി ഇട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പനീറും കൂടി ഇട്ട് ഒരുപാട് മിക്സ് ചെയ്യല്ലേ, പനീർ നമുക്ക് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത് ഈസ്റ്റേണിൻ്റെ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണി മസാലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പം നെയ്യുടെ അളവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. തിളപ്പിച്ച വെള്ളമാട്ടോ ഒഴിക്കുന്നത്. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് 250 ml കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കപ്പ്, ആ സെയിം കപ്പിൽ 1.25 കപ്പ് വെള്ളമാണ് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കണം കേട്ടോ ടേസ്റ്റ് നോക്കുമ്പം. അത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം ഞാൻ 1 കപ്പ് അരി, അത് ജീര റൈസാണ് കേട്ടോ. അരി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്.
അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മളിത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ എനിക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ വരെ എടുക്കാം. അതിനുശേഷം അതിന് കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷം, പ്രഷർ പോയതിന് ശേഷം മാത്രം തുറക്കുക. പാട്ട് പഠിക്കേ. ജോണി ജോണി eating sugar, telling lies, open your mouth, പൊടികളി. ഇപ്പം നമ്മുടെ ബിരിയാണിയുടെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഞാനിതിനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിന് വ്യത്യാസം അനുസരിച്ചിട്ട് വേവിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. എനിക്കിപ്പോൾ 2 വിസിൽ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയെന്ന് വെച്ചിട്ട് ചിലപ്പോൾ എല്ലാവരുടെയും കുക്കറിൽ അത് പറ്റണം എന്നില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വ്യത്യാസം വരുത്തുക. ഇപ്പം നമ്മുടെ ബിരിയാണി കണ്ടില്ലേ, ചോറൊന്നും മുട്ടി പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചൂടോടുകൂടെ തന്നെ നമുക്ക് പാത്തുവിന് കൊടുക്കാം കേട്ടോ. ബിരിയാണി പാത്തുവാണെങ്കിൽ ഭയങ്കര വെയിറ്റിംഗ് ആണ് ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ സാലഡും പപ്പടവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തുവിന് സാലഡും പപ്പടവും ഒക്കെ കൂട്ടി ബിരിയാണി കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കി തന്നോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടായോ? ഇനി എന്നാ വേണ്ടേ? പമ്പോ? സലാഡ് വേണോ? ചൂടുണ്ടോ? ഓ താങ്ക് യു, വെൽക്കം. അത് വേണ്ടേ? ഫുള്ള് കഴിക്കുവോ? ഫിനിഷ് ആക്കുവോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ദിനുവിന്റെ സ്പെഷ്യൽ സാൻഡ്വിച്ചും പാപ്പൂസിന്റെ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ആയിട്ടൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന